വെൽക്കം ചാനൽ. ഇറ്റ്സ് മീ നിവേദി. അപ്പോൾ ഞാൻ വന്നിങ്ങനെ ഒരു വീഡിയോ ഇപ്പോൾ എനിക്ക് സമ്മർ വെക്കേഷൻ, ഇപ്പോൾ എനിക്ക് ഓണം വെക്കേഷൻ തുടങ്ങി. അപ്പോൾ ആണെങ്കിൽ നമുക്ക് കുറച്ച് ഓണത്തിനുള്ള നമുക്കുള്ള എന്തെന്ന് പ്രോജക്റ്റ് കിട്ടൂലേ, ഓണം വെക്കേഷൻ പ്രോജക്റ്റ്, അത് ചെയ്യാനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ ചെയ്യാനായിട്ട് ഇന്നലെ ഞാൻ എന്തോന്ന് ഒരു നമ്മൾ കോക്കനട്ടിൻ്റെ ഷെല്ലില്ലേ എന്തോന്ന് ചിരട്ട എടുത്തിട്ട് നമ്മളിത് ചെയ്തു. ചിരട്ട എടുത്ത് നമ്മൾ പെയിൻറ്റ് ചെയ്തിട്ട് ഞാൻ ചെയ്തു. പക്ഷേ അതിലുള്ള നാരാണെങ്കിൽ ഒന്നും ഞാൻ എടുത്തിട്ടില്ല, ചുമ്മാ ഞാൻ അങ്ങനെ പെയിൻറ്റ് അടിച്ചു. അപ്പം ഞാൻ അങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ അത് നിങ്ങൾക്ക് ഈ വീഡിയോ ലാസ്റ്റ് കാണിച്ചു തരാം. ഇപ്പം ഞാനാണെങ്കിൽ വേറൊരു ചിരട്ട എടുത്തിട്ട് അതിൽ പെയിൻറ്റ് അടിച്ചിട്ടുണ്ട്. ഇപ്പം ഞാൻ നോർമൽ ഒരു സ്കിൻ കളർ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൽ കുറച്ച് ഡിസൈൻസ് പൂക്കൾ കൊടുക്കാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. പിന്നെ പെയിൻറ്റ് അടിച്ചവർ കാണിച്ചിട്ട് ഉണങ്ങിയിട്ടുണ്ടോ എന്നൊരു ഡൗട്ടുണ്ട്. ഉണങ്ങിയിട്ടുണ്ട്, ലേറ്റാണ് കാണിച്ചു തരാം. കണ്ടോ, ഒരു സ്കിൻ കളർ ടൈപ്പ് കൊടുത്തിട്ടുണ്ട് ഞാൻ. ഇപ്പോൾ ഇവിടെ ന്യൂസ് പേപ്പറെല്ലാം വീണ്ടും വെച്ചിട്ട് ഞാൻ ആലോചിക്കുന്നതെന്ന് വെച്ചാൽ ഫ്ലവേഴ്സ് കൊടുക്കാനാണ്. ഫസ്റ്റ് ഞാൻ ഒരു പിങ്ക് കളർ ഫ്ലവേഴ്സ് കൊടുത്താലോ എന്ന് ആലോചിക്കുന്നുണ്ട്. അപ്പം പിങ്ക് കളർ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇത് പിങ്ക് കളറാണെന്ന് നിങ്ങൾ വിചാരിക്കും, പക്ഷെ പിങ്ക് കളറല്ല. ഇത് പിങ്ക് കളറായിരുന്നു, പക്ഷെ തീർന്നു പോയി ഗായ്സ്. ബ്ലാക്ക് കളറായിരുന്നു, പക്ഷെ തീർന്നു പോയി. നമുക്ക് പിങ്ക് മിക്സ് ചെയ്യാം. നമുക്ക് അതുകൊണ്ട് റെഡും വൈറ്റും വെച്ച് മിക്സ് ചെയ്യാനാണ് ഞാൻ ഇരിക്കുന്നത്. ഇപ്പോൾ എൻ്റെ ബ്രഷ് ഇവിടെ ഉണ്ട്, എൻ്റെ പെയിൻറ്റ് ബ്രഷ് ഞാൻ നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പോൾ ഗായ്സ് പെയിൻറ്റ് ബ്രഷ് എൻ്റെ അടുത്തേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം പെയിൻറ്റ് ബ്രഷ് എൻ്റെ അടുത്ത് ഇരുന്നുള്ളതുകൊണ്ട് ജസ്റ്റ് എൻ്റെ ഈ സൈഡിൽ ഇവിടെ ഇരുന്നു ഗായ്സ്. എന്താണെന്നല്ലേ നമുക്കറിയാം. ഇതിൻ്റെ പഴയ ടൈറ്റ്സാണ്. ഇതാണ് ഒരു പഴയ തുണിയാണ്. ഇതാണ് ഞാൻ ഇത് എന്താണ് പെയിൻറ്റിൻ്റെ ഇതായിട്ട് എടുക്കുന്നത്. അപ്പോൾ എനിക്ക് വൈറ്റ് ഡ്രസ്സല്ലേ ഞാൻ ഇട്ടിരിക്കുന്നത്. കളറായി പിന്നെ പറയേണ്ട ആവശ്യമില്ല. ഞാൻ ഉച്ചയ്ക്ക് ചോറ് പോലും ഉണ്ടാകുന്നതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത്ര ഞാൻ പെയിൻറ്റ് ചെയ്തു. നമുക്ക് ഇനി ഈ രണ്ട് കളറും മിക്സ് ചെയ്യാം. ഓക്കെ, ഇതിലോ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇത് പാർട്ട് 1 ആണ്. പാർട്ട് 2 വരുന്നതാണ്. ഇത് ഒരു പാർട്ടായി ഇടാൻ പറ്റും എനിക്ക് തോന്നുന്നില്ല. വൈറ്റ് കളർ തീരാറായി, കുറച്ച് മതി. നമുക്ക് കുറച്ച് വൈറ്റ് മതി. നമുക്ക് കുറച്ച് റെഡ് എടുക്കാം. അവിടെ ചെയ്യാം. എന്നിട്ട് വേണമെങ്കിൽ അമ്മ വന്നിട്ട് വേണം പെയിൻറ്റ് വാങ്ങിക്കാനായിട്ട്. വൈറ്റ് കളർ വാങ്ങിക്കണം, ബ്ലാക്ക് കളർ പെയിൻറ്റ് വാങ്ങിക്കണം. ഉണ്ടോന്ന് ഞാൻ അയച്ചു ഉണ്ട്, കുറച്ച് എന്നിട്ട് പാടാവളില്ലേ പറ്റില്ല. നീ അടുത്ത് പിങ്ക് കളറായിപ്പോ. ഇവിടെ ഇത് വെച്ചിട്ടുണ്ട്, തുറച്ചു കൊടുക്കാം. ഇച്ചിരി ക്ലീൻ ചെയ്തിട്ടുണ്ട് ഗൈസ്. അപ്പം പിന്നെ റെഡ് എടുത്തിട്ട് റെഡും തീരാറായിട്ടുണ്ട്. നമ്മൾ മൊത്തവും മിക്സ് ചെയ്യുന്നില്ല, കുറച്ച് മിക്സ് ചെയ്യാന്നാണ് ഞാൻ ഇരിക്കുന്നത്. മൊത്തവും മിക്സ് ചെയ്യണ്ടല്ലോ. ഇത് മൊത്തം ഞാൻ റെഡ് പെയിൻറ്റ് വെച്ച് അടിച്ചതെടുത്തതാണ്. ഭയങ്കര പാടാണ് ഇത് അടയ്ക്കും. മൊത്തവും റെഡായി. ഞാൻ വെളിയിൽ കണ്ടിരിക്കണം. എൻ്റെ പട്ടിയുടെ ശബ്ദം കേൾക്കാം. ഐ ഡോഗ് ഈസ് ഇൻ ദ വേ. തല കണ്ടോ, പൂവെല്ലാം വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഞാൻ ഇപ്പോൾ ഡാൻസിന് പോയിട്ട് വന്നേ ഉള്ളൂ. എൻ്റെ ഡാൻസ് ക്ലാസ് ഫ്രണ്ടിലിരിക്കുകയാണ്. ഇത്രയും ദിവസം ഞാൻ പോയില്ല, ഇപ്പോഴാണ് പോയിട്ട്. കുങ്കുമം തേച്ച പോലെ ഇരിപ്പുണ്ട് കൈ. കടന്ന പോയി ഗൈസ്, എനിക്കൊരു ഡൗട്ട്. നമുക്ക് തുടച്ചെടുക്കാം. ചെയ്തെടുക്കാം. കുറച്ച് നമുക്ക് മിക്സ് ചെയ്യാമായിട്ട് ഞാൻ റെഡും വൈറ്റും എടുത്തിട്ടുണ്ട്. ഞാൻ ഒരിവിടെ വെച്ചിട്ട്
ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതേ പണ്ടത്തെ പാത്രമാണ് കേട്ടോ. എടുത്തിട്ട് പിങ്ക് കളറായി കണ്ടോ, പിങ്ക് കളറായി കണ്ടോ. നമുക്കിനി ഇത് വെച്ച് നമ്മൾ വീട്ടിച്ചു കയ്യിലെടുക്കാം. എന്നിട്ട് കയ്യിലെടുക്കണ്ടല്ല, ചുമ്മാ ഒരു കുത്തിട്ട് കൊടുത്തിട്ട് നമുക്കൊരു പൂവാക്കി കൊടുക്കാം. നമുക്കിനി ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ ആക്കണം. ഇങ്ങനെയാണ് എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാനാണ് ഗൈസ്. അപ്പം എന്ത് പറയാനോ. കാണിച്ചു തരട്ടെ. അപ്പോൾ ക്യൂട്ടായിട്ടുണ്ട് കേട്ടോ. ഇതാണ് ചിരട്ട കണ്ടോ. സോ നമുക്ക് കുറച്ച് 2-3 സ്ഥലത്തായിട്ട് കുറച്ച് മിക്സ് ചെയ്യണം കേട്ടോ. അങ്ങനെ ഒരു ലൈറ്റസ്റ്റ് ഒരു പിങ്ക് കളർ കിട്ടത്തുള്ളൂ. അടുത്ത ഇവിടെ ചെയ്ത് നോക്കാം. എൻ്റെ തൊട്ടടുത്തിരിക്കേണ്ട നമുക്ക് ഇപ്പം സമയം എത്ര എനിക്ക് നോക്കണം, ഞാൻ നോക്കുന്നില്ല. ഒരു 12:30 ആയിരിക്കാം സമയം, അറിയത്തില്ല. പ്രോജക്റ്റ് എന്താണ് ചെയ്ത് പോകുന്നുണ്ടോ അറിയത്തില്ല. അമ്മയില്ല, അമ്മയില്ല, അമ്മ കോളേജിൽ പോയി ഗൈസ്. എന്നിട്ട് അമ്മയാണെങ്കിൽ കളിക്കുകളിൽ പോയി. എൻ്റെ ജോലി ചെയ്യണ അമ്മൂമ്മ വന്നിട്ടുണ്ട്. അമ്മൂമ്മ ബാക്കിലാണ് നിൽക്കുന്നത്. നമുക്ക് അടുത്ത പൂ റെഡി ആയിട്ടുണ്ട്. കുറച്ച് ഡാർക്കാണല്ലേ, നല്ല ലൈറ്റായി. നമുക്കൊരു കൊടുക്കാം. അപ്പുറത്ത് സ്കൂൾ ഉണ്ട്. നമുക്ക് സ്കൂൾ അടച്ചു. പക്ഷെ അപ്പുറത്ത് ഇവിടെ ഉള്ള സ്കൂളൊന്നും അടച്ചിട്ടില്ല. ഇവിടെ സ്കൂൾ അടച്ചാൽ ഇവർക്കൊരു 3 ദിവസം ലീവേ കൊടുക്കത്തുള്ളൂ. പിന്നെ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഞാൻ കമൻറ്റ് അൺഎബിൾ ആക്കിയിട്ട് നമുക്ക് നോർമൽ ഇതായിട്ട് കൊടുക്കാം. അങ്ങനെ ഒരു ഇതുള്ളൂ. അപ്പം ഇത് മൊത്തവും പിങ്കിൽ കൊടുത്താൽ ശരിയാവില്ല. അതുകൊണ്ട് നമുക്ക് കുറച്ച് മാറ്റി കൊടുക്കാം. ഞാൻ ഒരു മൾട്ടി കളർ എന്നാണ് വിചാരിക്കുന്നത്. കിട്ടുന്ന വെച്ച് നമുക്കൊന്ന് അടിക്കാം. ഇത്ര നേരം വീഡിയോ ആണ് കണ്ടോണ്ട്. കാലൊന്നുമില്ലല്ലോ, കാലിലെന്തോ കേൾപ്പ. ഈ പൂ ശരിയായില്ല ഗായ്സ്, എന്ത് ചെയ്യണം. ഇത് ഈ കുഴിയില്ലേ, കുഴിയിട്ടായോണ്ട് നമുക്ക് ശരിയാക്കി എടുക്കാം. കുറച്ച് ശരിയായിട്ടുണ്ട്. നമുക്കിനി അടുത്ത് ചെയ്യുന്നത്, നമുക്കിനി അടുത്ത് റെഡ് കളർ വെച്ച് കൊടുക്കാം. അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ ബട്ടർഫ്ലൈ ആയി കേട്ടോ. പ്ലേസ് ആയിട്ടാണ് ഞാൻ കൊടുക്കുന്നത്. കൊള്ളാല്ലേ. ഇനി ഇത് ഓരോരോ ഡിസൈൻ ആയിട്ട് കൊടുക്കാം. ഇതെൻ്റെ തലയിൽ തോന്നി ബുദ്ധിയാണ് കേട്ടോ. ഇത്രയും ബുദ്ധിയുണ്ടെന്ന് വിചാരിക്കണ്ട. ഇത് ഇടയ്ക്കിടയ്ക്ക് വെക്കാവുന്ന ബുദ്ധികളാണ്.
പിന്നെ ഗായ്സ് എൻ്റെ അച്ഛൻ വരുന്നില്ല എന്ന് പറഞ്ഞ അച്ഛൻ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ മാമൻ്റെ വീട്ടിൽ പോവാത്തത്. പക്ഷെ മാമൻ്റെ വീട്ടിൽ ഇനി ഞാൻ ഈ ഒരു സാറ്റർഡേ പോകുന്നതായിരിക്കാം. നമുക്ക് അടുത്ത കളർ കൊടുക്കാം. ഇവിടെ ഞാൻ 2 കപ്പിൽ ഞാൻ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ വൈപ്പ് ചെയ്യണത്. നമുക്കിനി എല്ലാത്തിനും നടുക്ക് വൈറ്റ് കളർ കൊടുക്കാം. നമുക്കിതെടുത്ത് ഫോട്ടോ എടുത്ത് അമ്മയ്ക്ക് വെച്ചെടുക്കാം. ഇത് ഈ വീഡിയോയിൽ തീരുമെന്നാണ് തോന്നുന്നത്. നമുക്ക് അടുത്ത പാർട്ട് നാളെ ഇടാം. ഞാൻ ഇനി വെക്കേഷനായിട്ട് പ്രോജക്റ്റെല്ലാം ചെയ്യണ വീഡിയോസ് എല്ലാം എടുത്ത് യൂട്യൂബിൽ ഇടാമല്ലോ കേട്ടോ. നമുക്ക് കാണാമല്ലോ എൻ്റെ വീഡിയോസ്. ഇപ്പം നിനക്ക് എൻ്റെ അനിയത്തിയുടെ ചാനൽ കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് നിങ്ങൾ കമൻറ്റിൽ പ്ലീസ് എന്നൊരു കമൻറ്റ് ഇട്ടിട്ട് നമുക്ക് എൻ്റെ അനിയത്തിയുടെ യൂട്യൂബ് ചാനൽ പറഞ്ഞു തരുന്നതായിരിക്കാം. നമുക്കിനി ഇത് ഓരോ കുത്തുകുത്താ കൊടുക്കാം. ഡിഫറെൻറ്റ് കളറിലായിട്ട് കുത്തുകുത്താകും. ഇത് പെട്ടെന്ന് തീക്കണം ഗായ്സ്, സമയമില്ല എനിക്ക്. ഓക്കെ, ഇങ്ങനെ റെഡ് കളർ വെച്ച് കൊടുക്കണം. ഇങ്ങനെ അടുത്ത വൈറ്റ് കളർ വെച്ച് കൊടുക്കാം. ഗായ്സ് വൈറ്റ് തെറ്റ് വരുന്നുണ്ട്. ഇതിലാണെങ്കിൽ വൈറ്റും ഇല്ല. ഇനി തീരാറായി ഗായ്സ്. ഇത്രയേ ഉള്ളൂ പരിപാടി ഒന്നും വെച്ചിട്ട്. ഇതിനിടയ്ക്ക് ഒരു ചുവപ്പ് കളറും കൂടെ കൊടുക്കാം. ഞാൻ ചുവപ്പ് എടുക്കട്ടെ ഗായ്സ്, ഞാൻ ചുവപ്പ് എടുത്തിട്ട് വരാമേ ഗായ്സ്. നമ്മൾ എല്ലാത്തിലും പെയിൻ്റ് അടിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി റെഡ് വെച്ച് കൊടുത്തിട്ടെടുക്കാം. റെഡ് കളർ പെയിൻ്റ് എടുത്ത് നമുക്ക് കുറച്ച് പരിപാടിയും കൂടെ ഉണ്ട്. അങ്ങനെ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം ഗായ്സ്. ഞാൻ പെട്ടെന്ന് ഇടുന്നതായിരിക്കും. ഇനി എനിക്ക് ഇത് കഴിഞ്ഞ് ഓണാകുന്ന സമയം കൊണ്ട് എനിക്കൊന്ന് എഡിറ്റ് ചെയ്യണം. ഞാൻ കുറച്ച് വീഡിയോസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ എഡിറ്റ് ചെയ്തിട്ട് വേണം ഇടാൻ. ഇതൊക്കെ എഡിറ്റ് ചെയ്തിട്ടില്ല, എഡിറ്റ് സമയമില്ല ഗായ്സ്, എന്ത് ചെയ്യാനാണ്. സമയം കിട്ടുന്ന സമയത്തിൽ ഞാൻ ഓരോന്നായിട്ട് ഇടാം. ഓക്കെ, ഇതൊക്കെ പിന്നെ ഞാൻ ചെയ്യുന്ന വ്യൂസ് കിട്ടാനായിട്ടാണ്. ആരും എനിക്കറിയാം കുറേ ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. സോ പ്ലീസ് സബ്സ്ക്രൈബ് ഗായ്സ്. നമുക്ക് ഫൈനൽ ലുക്ക് ഞാൻ വരാം. ഓക്കെ ഗായ്സ്, എൻ്റെ ഫൈനൽ ലുക്ക് ഞാൻ കാണിച്ചു തരാം. അപ്പം ഞാൻ ഇതെല്ലാം കൊണ്ട് വച്ചിട്ട് വരാം. നിങ്ങൾ 2 കാര്യമാണ് കമൻറ്റ് ചെയ്യാനുള്ളത്. ഒന്ന്, നിങ്ങൾക്ക് ഇത് കണ്ട് ഇഷ്ടപ്പെട്ടോ ഇല്ലേന്ന് ഒന്ന് പറയണം കമൻറ്റിൽ. അടുത്തത് ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് എൻ്റെ അനിയത്തിൻ്റെ ചാനലിൻ്റെ ഇത് വേണമെങ്കിൽ ഒന്ന് പ്ലീസ് ഒന്ന് കമൻറ്റ് ചെയ്യണം. ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് ചുവപ്പ് കളർ ഏതെങ്കിലും ഒരു കളർ ഹാർട്ട് കമൻറ്റ് ചെയ്യണം. ഞാൻ 3, 2, 1 സ്റ്റാർട്ട്. കൊള്ളാമോ ഗൈസ്? അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ വരുന്നവരേക്കും